നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ 4 മണ്ഡലങ്ങളിലൂടെയാണ് ജെസ്സി ടോക്സ് സഞ്ചരിക്കുന്നത്. അതിനു മുൻപ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. ആലപ്പുഴ, ആലത്തൂർ, ആറ്റിങ്ങൽ, ചാലക്കുടി ഈ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ആലപ്പുഴ. നമുക്കറിയാം, ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായ തോൽവികൾ പലർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ ഇടതുപക്ഷത്തു നിന്നും AM ആരിഫ് MLA ആണ് ജനവിധി തേടാൻ ഇറങ്ങിയിരിക്കുന്നത്. UDFന്റെ KC വേണുഗോപാലാണ് സിറ്റിംഗ് MP. AM ആരിഫ് MLAയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് KC വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നതിൽ നിന്നും മടി കാണിച്ചത്, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അറിയിച്ചത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഒരു വാദം. KC വേണുഗോപാലിന്റെ പേര് ആദ്യം അവിടെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഒരുപാട് ജോലി തിരക്കുള്ളതിനാൽ തനിക്കിപ്പോൾ മത്സരിക്കാൻ പറ്റില്ല എന്നാണ് KC വേണുഗോപാൽ മാധ്യമങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങുന്നു എന്നും അറിയിച്ചു. തുടർന്നാണ് അപ്രതീക്ഷിതമായി ഷാനിമോൾ ഉസ്മാൻ അവിടെ നറുക്കുവീഴുന്നത്. ഷാനിമോൾ ഉസ്മാൻ വയനാടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. വയനാട് ജയപ്രതീക്ഷയുള്ള കോൺഗ്രസിന്, UDFന് ജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെ അവിടം വേണമെന്നുള്ളൊരു ആഗ്രഹം ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വയനാട് കിട്ടില്ല എന്നുറപ്പായപ്പോഴാണ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും AM ആരിഫ് MLA ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. നേരത്തെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലും ഒപ്പം വളരെ മുൻപേ തന്നെ പ്രചരണം തുടങ്ങിയതിലുമൊക്കെയുള്ള ഒരു മുൻതൂക്കം തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം കരുതുന്നത്. മാത്രമല്ല, ജനപ്രിയനായ ഒരു MLA ആണ് AM ആരിഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷം നേടിയ ഒരു മേൽക്കൈ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ AM ആരിഫ് MLAയുടെ വിജയം ആലപ്പുഴയിൽ സുനിശ്ചിതമാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. NDA സ്ഥാനാർത്ഥിയായി KS രാധാകൃഷ്ണനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ആലപ്പുഴയിൽ നിന്നും ജനവിധി തേടുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായ ഒട്ടേറെ പരാജയങ്ങൾ കണ്ടൊരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VM സുധീറിനെയും വക്കം രാധാകൃഷ്ണനെയും എല്ലാം തോൽപ്പിച്ച് ഇടതുപക്ഷത്തിന് വിജയം നൽകിയ ഒരു ചരിത്രം കൂടി ആലപ്പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ AM ആരിഫ് MLA അവിടെ ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ. ഇടതിന് കിട്ടിയ പല ചരിത്ര വിജയങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു ചരിത്ര വിജയം ഈ ഒരു തോന്നലിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ജെസ്സി ടോക്സിൽ വിലയിരുത്തുന്നത് AM ആരിഫ് MLA തന്നെ ആലപ്പുഴയിൽ നിന്നും ജയിച്ചു കയറും എന്നു തന്നെയാണ്. സ്വാഭാവികമായിട്ടും MLA ആണ്, അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെച്ച് ദില്ലിക്ക് പോകേണ്ടി വരും. വിജയത്തോണിയിൽ, ആലപ്പുഴയിലെ വിജയത്തോണിയിൽ ഇത്തവണ AM ആരിഫ് MLA ആലപ്പുഴയിൽ നിന്നും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആലത്തൂരിലേക്ക് പോകാം. ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞൊരു മണ്ഡലമാണ് ഇത്തവണ ആലത്തൂർ. സംവരണ മണ്ഡലമാണ് ആലത്തൂർ. PK ബിജു സിറ്റിംഗ് MP ആണ്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് MP ആണ് PK ബിജു. അദ്ദേഹമാണ് ഇടത് സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി അവിടെ എത്തിയത് രമ്യ ഹരിദാസ് ആണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, തരൂർ, നെന്മാറ, ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നും ജനവിധി തേടുന്നത് TV ബാബുവാണ്. നമുക്കറിയാം, രമ്യ ഹരിദാസ് വന്നതിന് ശേഷം പാട്ടുപാടിയാണ് രമ്യ ഹരിദാസ് വോട്ട് ചോദിച്ചത്. മാത്രമല്ല, പെങ്ങളൂട്ടി എന്നുള്ളൊരു സംബോധന അത് വളരെ വലിയ തോതിൽ മുതലെടുക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ഒപ്പം വിജയരാഘവന്റെ ഇടതുമുന്നണി കൺവീനറായ വിജയരാഘവന്റെ പരാമർശവും അതിന്മേലുണ്ടായ ഒരുപാട് ചർച്ചകളും അതൊക്കെ രമ്യ ഹരിദാസിന് അനുകൂലമായി എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല, PK ബിജുവിന് ശക്തമായൊരു വെല്ലുവിളി ഉയർത്താൻ രമ്യ ഹരിദാസിന് സാധിച്ചു എന്ന് തന്നെ ജെസ്സി ടോക്സ് വിലയിരുത്തുകയാണ്.
അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ PK ബിജു എന്നുള്ള പാർലമെന്റേറിയൻ ഒരു മികച്ച പാർലമെന്റേറിയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു നേരിയ മുൻതൂക്കം ഇത്തവണ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്. അത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാട്ടുപാടിയുള്ള വോട്ട് ചോദ്യം, ഒപ്പം പെങ്ങളൂട്ടി എന്നുള്ള ഒരു സംബോധന, വിജയരാഘവൻ്റെയൊക്കെ പരാമർശം, ഇത്തരം ഒരുപാട് ഘടകങ്ങൾ അക്കാര്യത്തിലുണ്ട്. അതൊക്കെ നേരാവണ്ണം ഉപയോഗിക്കുന്നതിൽ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിക്കും UDF-നും കഴിഞ്ഞു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേരിയ മുൻതൂക്കം രമ്യ ഹരിദാസിന് ജെസ്സി ടോക്സ് നൽകുകയാണ്. അതിനർത്ഥം PK ബിജു ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്നോ അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ അല്ലായിരുന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ ശക്തമായ ഒരു വെല്ലുവിളി രമ്യ ഹരിദാസ് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് നേരിയൊരു മുൻതൂക്കം ഇത്തവണ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് നൽകുന്നു. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സിറ്റിംഗ് MP, ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് MP ആയ A സമ്പത്താണ്. സൗമ്യനായ ഒരു MP എന്നാണ് A സമ്പത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും A സമ്പത്ത് അവിടെ നിന്നും ജനവിധി തേടുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ഒപ്പം NDA ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി NDAയും ഇത്തവണ ആറ്റിങ്ങൽ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 89-ന് ശേഷം മണ്ഡലം നിലനിർത്താൻ എന്തായാലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ അടൂർ പ്രകാശിനെ അവർ കളത്തിലിറക്കിയിരിക്കുന്നത് മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ്. 2014-18 കാലഘട്ടത്തിലെ പാർലമെന്റിൽ A സമ്പത്തിന്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ 217 ചർച്ചകളിലാണ് സമ്പത്ത് പങ്കെടുത്തിട്ടുള്ളത്. 5 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാന ശരാശരിയേക്കാൾ താഴെയാണ് സമ്പത്തിന്റെ പ്രകടനം. പക്ഷേ ഇത്തവണ ആറ്റിങ്ങൽ സമ്പത്തിനൊപ്പം നിൽക്കുമെന്നാണ് ജെസ്സി ടോക്സ് വിലയിരുത്തുന്നത്. ഇനി നമുക്ക് ചാലക്കുടി മണ്ഡലത്തിലേക്ക് പോകാം. ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ഇന്നസെന്റ് എന്ന MP-യുടെ മുഖമാണ്. ഒരു പക്ഷേ MP എന്നുള്ളതിനേക്കാൾ ഉപരിയായി മലയാളി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആ താരപരിവേഷം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടി മണ്ഡലം താരമണ്ഡലമാണ് എന്നുകൂടി പറയേണ്ടി വരും. കഴിഞ്ഞ തവണ അദ്ദേഹം ജനവിധി തേടാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഗുണമായതും ആ താരപരിവേഷം തന്നെയാണ്. തങ്ങളിൽ ഒരാളാണ് ഇന്നസെന്റ് എന്നുള്ളൊരു തോന്നൽ എന്തായാലും ചാലക്കുടിക്കാർക്ക് ഉണ്ടായി. അത് അദ്ദേഹത്തിന് ഗുണമായി എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. 2008 നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിലാണ് ചാലക്കുടി മണ്ഡലം പിറവിയെടുക്കുന്നത്. തൃശൂർ ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. 2009 നടന്ന പൊതുതെരഞ്ഞെടുപ്പാണ് ഈ മണ്ഡലത്തിൽ നടന്ന ആദ്യ പാർലമെന്റ് ഇലക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ LDF സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ്, ഒപ്പം UDF-ന്റെ കൺവീനറായ ബെന്നി ബെഹനാൻ വലതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടും ജനവിധി തേടാൻ ഇറങ്ങുന്നുണ്ട്. BJP ജനറൽ സെക്രട്ടറിയായ AN രാധാകൃഷ്ണനാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. ചാലക്കുടി മണ്ഡലത്തിൽ ഇന്നസെന്റ് വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളുടെ മുന്നിലേക്ക് തന്റെ പ്രോഗ്രസ് കാർഡ് അദ്ദേഹം കൊടുക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചൊപ്പിട്ട് തരുമോ എന്നറിയാൻ നമ്മൾ മെയ് 23 വരെ കാത്തിരുന്നേ പറ്റൂ. എന്തായാലും ഇന്നസെന്റിന് ഒരു മുൻതൂക്കം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ജെസ്സി ടോക്സ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു ഹൃദയാഘാതം വന്ന് അദ്ദേഹം കുറച്ചുനാൾ ചികിത്സയിലൊക്കെയായി പ്രചരണ രംഗത്തുനിന്നും മാറി നിൽക്കേണ്ടിയൊക്കെ വന്നു. ഇനി ആ ഒരു സഹതാപ തരംഗം അദ്ദേഹത്തിന് ഗുണമാകുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ നിലവിൽ ചാലക്കുടി ഇന്നസെന്റിനെ തുണയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുൻതൂക്കം ഇന്നസെന്റിന് തന്നെയാണ്. AN രാധാകൃഷ്ണനെയൊക്കെ NDA ഇറക്കിയെങ്കിലും ഇന്നസെന്റ് തന്നെ ചാലക്കുടിയിൽ നിന്നും ജയിച്ചു കയറാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 4 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് BJP-യുടെ വോട്ട് വിഹിതം. അത് ചാലക്കുടിയിൽ ഒരു പക്ഷേ കുറച്ച് വോട്ട് BJP പിടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ BJP എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് കൂടി നാം കാണേണ്ടതാണ്. കാരണം നമുക്കറിയാം ഈ
ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ NDA കളത്തിലിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ BJPക്ക് എത്രത്തോളം വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൂടി കേരള രാഷ്ട്രീയം നോക്കുന്ന ഒരു കാര്യമാണ്. ശബരിമല വിഷയം വലിയ തോതിൽ BJPക്ക് ഗുണം ചെയ്യുകയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ജെസ്സി ടോക്സ് നടത്തുന്നത്. പക്ഷേ ആ വോട്ട് UDFനാണോ പോവുക എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. BJPക്ക് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വോട്ടൊക്കെ എന്തായാലും UDFനാണ് പോകേണ്ടത്. പക്ഷേ ചാലക്കുടിയും ആറ്റിങ്ങലും ശക്തരായ സ്ഥാനാർത്ഥികളെ NDA നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ BJPയുടെ വോട്ട് വിഹിതം എത്ര എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ചലനങ്ങൾ ആ വോട്ട് വിഹിതത്തെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ആലപ്പുഴയിൽ നിന്നും എന്തായാലും AM ആരിഫ് MLA വിജയിച്ച് കയറും എന്ന് നമുക്ക് വിലയിരുത്താം. ഒപ്പം ആലത്തൂരിൽ ഒരു ചെറിയ മുൻതൂക്കം എന്തായാലും രമ്യ ഹരിദാസിന് നൽകുന്നു. ആറ്റിങ്ങലിൽ സമ്പത്ത് തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ചാലക്കുടിയിൽ ഇന്നസെന്റും. ഇതാണ് ജെസ്സി ടോക്സ് ഇന്ന് വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നേരുകയാണ്. ജസ്ദ സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.